കൂട്ടുകാരെ, നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ചിക്കൻ്റെ മസാല: കാശ്മീരി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, ചില്ലി പൗഡർ, ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് 1 സ്പൂൺ വീതം, പിന്നെ തൈര് 3 സ്പൂണ്, നാരങ്ങാ നീര് പകുതി. അടുത്ത് നമുക്ക് ചിക്കൻ നല്ലതായിട്ട് വരഞ്ഞ് നമുക്ക് കൊടുക്കാം. നല്ല ആഴത്തിൽ നമ്മൾ വരഞ്ഞ് കൊടുക്കണം. മസാല പുരളേണ്ടതാണ്. അടുത്തായിട്ട് നമുക്ക് ചിക്കനിലേക്ക് മസാലയെല്ലാം ചേർക്കാം. കുറച്ച് മുമ്പ് കാണിച്ച മസാലയെല്ലാം നമ്മൾ ചേർക്കുക. കാശ്മീരി പൗഡർ, ചില്ലി പൗഡർ, ഇതെല്ലാം നല്ലതായിട്ട് നമ്മൾ മസാല നല്ലോണം ചേർക്കുക. നല്ലവണ്ണം വരച്ച് വെച്ചിരിക്കുന്നതിനായിട്ട് നല്ലതായിട്ട് പുരട്ടി നമ്മൾ നല്ലതായിട്ട്, ഞാൻ കുറച്ച് സമയം കാണിക്കുന്നുള്ളൂ, നിങ്ങൾ നന്നായിട്ട് പുരട്ടി വെക്കുക. മസാല നല്ലോണം പുരട്ടി നല്ല മൂടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് 8 മണിക്കൂർ നമ്മൾ വെക്കുക. അതിനുശേഷം മാത്രമേ ഇതെടുക്കാവൂ. അതിനുശേഷം നമ്മൾ പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ബട്ടർ വെക്കുക. ബട്ടർ നല്ലവണ്ണം ഉരുകി ചേർന്നതിന് ശേഷം മാത്രമേ ചിക്കൻ ഇടാവൂ. 8 മണിക്കൂർ നമ്മൾ വെച്ചിരുന്ന ചിക്കൻ നമ്മൾ ഓരോ പീസായി എടുത്ത് പാനിലേക്ക് ഇടുക. പാനിൽ നല്ലവണ്ണം 2 വശവും മുരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ എടുക്കാൻ പാടുള്ളൂ. ചിക്കൻ നല്ലവണ്ണം നമ്മൾ മൂടി വെച്ച് ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമിലോ വയ്ക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് പുറത്ത് ചേർക്കേണ്ട ഒരു സ്പെഷ്യൽ ഐറ്റമാണ് 3 മുട്ടയുടെ വെള്ള, 3 സ്ലൈസ് ചീസ്, 3 അല്ലി വെളുത്തുള്ളി. ഇത് 3ഉം ചേർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അല്പം ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ സൺഫ്ലവർ ചേർത്തിട്ടില്ല. സൺഫ്ലവർ ചേർത്താൽ കൂടുതൽ കട്ടിയാകും. നമുക്ക് എത്രത്തോളം ജ്യൂസി ആവണോ അത്രത്തോളം നമ്മൾ ഫ്രഷ് ക്രീം കൂടെ ചേർക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർക്കുക. നമ്മളിനി അത് നല്ല ക്രീം ആകുന്നിടം വരെ അടിച്ചെടുക്കുക. നല്ലവണ്ണം മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി മൂടി തുറന്നതിന് ശേഷം നമ്മൾ ചിക്കൻ തിരിച്ചു മറിച്ച് നമ്മൾ ഇടേണ്ടതാണ്. തിരിച്ചു മറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, പിന്നെ നമ്മൾ ശേഷം ആ ക്രീം നമ്മൾ പുരട്ടിയതിന് ശേഷം 3 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ച് വീണ്ടും നമ്മളത് വേവിക്കേണ്ടതാണ്. മൂടി തുറന്നതിന് ശേഷം മല്ലിയില എടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇഫ ചിക്കൻ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയാണ്.